മനുഷ്യരായി തീരാനുള്ള 4 വഴികളെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ വഴി ഇതാണ്, അത് ജ്ഞാനത്തിന്റെ വഴിയാണ്. എന്താണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ? ഞാൻ പറയും, ബുദ്ധിയിൽ ദൈവത്തെ നിറയ്ക്കുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ജ്ഞാനം. നമുക്കൊക്കെ ബുദ്ധിയുണ്ട്, പക്ഷെ ബുദ്ധിയിൽ ആരെ നിറയ്ക്കണം? ദൈവത്തെ നിറയ്ക്കണം. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ പൊതുവായി ചില ജീവിത തലമുണ്ട്, അല്ലേ? മൃഗത്തിന് വിശക്കുമ്പം എന്ത് കഴിക്കും? ആഹാരം കഴിക്കും. നമുക്ക് വിശക്കുമ്പോൾ എന്ത് കഴിക്കും? ആഹാരം കഴിക്കും. മൃഗത്തിന് ക്ഷീണം വരുമ്പോൾ മൃഗം എന്ത് ചെയ്യും? ഉറങ്ങും. നമുക്കും ക്ഷീണം വരുമ്പോൾ എന്ത് ചെയ്യും? ഉറങ്ങും. നമ്മൾ മൃഗത്തെക്കാട്ടി കുറച്ചുകൂടെ സുഖമായിട്ട് കിടന്നുറങ്ങും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത്, മൃഗത്തേക്കാൾ മൃഗത്തേക്കാൾ വിചാരമില്ലാതെ കിടന്ന് ഉറങ്ങാതെന്ന് പാട്ടുകാരൻ എഴുതിയേക്കുന്നതിന്റെ കാരണം അതാണ്. ഇനി മൃഗത്തിന് ഭയമുണ്ട്, നമുക്കും എന്തുണ്ട്? ഭയമുണ്ട്. മൃഗങ്ങൾ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു, മനുഷ്യനും എന്ത് ചെയ്യുന്നുണ്ട്? ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് മനുഷ്യനും മൃഗത്തിനും ഒരുപോലെ. എന്നാൽ മൃഗത്തിനില്ലാത്തതൊന്ന് ആര് തരുന്നുണ്ട്? ദൈവം മനുഷ്യന് നൽകുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് എന്നു പറയുന്നത് വിവേകം. മനുഷ്യന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ബുദ്ധിയൊന്നുമല്ല. അതായത് നമ്മുടെയൊക്കെ അലമാരകളിൽ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ വാങ്ങിച്ചു വെക്കാറുണ്ട്, അല്ലേ? പല വീടുകളിലൊക്കെ ഇത് അടുക്കി വെച്ചേക്കുന്ന കാണാൻ കഴിയും. സ്റ്റേറ്റസിന്റെ ഭാഗമോ ഒരിക്കൽ പോലും ഒന്ന് തുറന്നു നോക്കിയിരുന്നേ വേണ്ടിയില്ലായിരുന്നു. ഇങ്ങനെ വാങ്ങിച്ചു വെക്കും. ഇത്തരം 5 എൻസൈക്ലോപീഡിയ ശേഖരിച്ചു വെക്കാനുള്ള സ്റ്റോറേജ് ആണ് ആർക്കുള്ളത്? നമ്മുടെ തലച്ചോറിനുള്ളത്. അത് 2 ക്വിന്റില്യൺ ബൈറ്റ് എന്നാ പറയുന്നേ, മനുഷ്യന്റെ ബുദ്ധിയുടെ ശേഖരം എന്ന് പറഞ്ഞ. എന്ന് പറഞ്ഞാൽ ആ സംഖ്യ എത്രയെന്നറിയാവോ? 2 പറഞ്ഞ് അക്കം എഴുതിയിട്ട് 18 പൂജ്യം ഇടണം കേട്ടോ. അത്രയും സ്റ്റോറേജ് പവർ ഉണ്ട്. എന്തിന്? നമ്മുടെ ബ്രെയിന്. അത്രയും സ്റ്റോറേജ് പവർ. വീട്ടിൽ പോയി കുത്തിയിരുന്നിട്ട് 2 പറഞ്ഞ് സംഖ്യ ഇട്ടിട്ട് ഒരു 18 പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യ എത്ര ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഒരു ഹോംവർക്ക് പോലെ ചെയ്തു. അത്രയും സാധനം സൂക്ഷിച്ചു വെക്കാനുള്ള പവർ ആർക്കുണ്ട്? അതുകൊണ്ടാ അല്ലേ 85 വർഷം മുമ്പ് കല്യാണം കഴിച്ചപ്പം മുതലുള്ള കാര്യം അമ്മച്ചി ഇപ്പോഴും ഓർത്ത് പറയുന്നില്ല. കാരണം എന്താ? അന്ന് മുതലേ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. 85 കൊല്ലം കഴിഞ്ഞിട്ടും ഇത് ഓർത്തോർത്തോർത്തോർത്ത് പറയുന്നതിന്റെ കാരണം എന്താ? അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പലരും പറയുന്നത്, അന്നേ എനിക്കൊരു എയർഫോഴ്സുകാരനെ ആലോചനയ്ക്ക് വന്നതാ. 85 വയസ്സായ അമ്മച്ചിയാ പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ഇതൊക്കെ ഇങ്ങനെ ഓർമ്മിച്ച് വെച്ചേക്ക്. അത്ര വലിയ ബുദ്ധിയാണുള്ളത്. കുറച്ചുകൂടെ പരത്തി പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും, 40 ഭാഷ പഠിക്കാനുള്ള ബുദ്ധി മനുഷ്യന്റെ തലച്ചോറിനുണ്ട്. ഒരു എൻസൈക്ലോപീഡിയ വെക്കാനുള്ള ശക്തിയുണ്ട്. 12 യൂണിവേഴ്സിറ്റി ഡിഗ്രിയുടെ സിലബസ് സൂക്ഷിച്ചു വെക്കാനുള്ള ബുദ്ധി. ഇത്രയും വലിയ ബുദ്ധിയാണ് ആർക്ക് ദൈവം തമ്പുരാൻ തന്നിട്ടുള്ളത്? ആർക്ക് തന്നിട്ടുള്ളത്? പിന്നെ മാത്രമാണോ നമ്മുടെ തലച്ചോറിൽ നിന്ന് കൈകളിലോട്ടും കാലുകളിലോട്ടും മെസ്സേജ് പോകുന്നത് എത്ര കിലോമീറ്റർ സ്പീഡിലാണെന്നറിയാവോ? 268 മൈൽ സ്പീഡിലാണ് ഏകദേശം നമ്മുടെ തലച്ചോറിൽ നിന്ന് കയ്യിലേക്കും കാലിലേക്കും ഒക്കെ മെസ്സേജ്. അതുകൊണ്ടാ കൈ പൊക്കാനെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? പൊക്കും, അല്ലെ? നടക്കാനെന്ന് ചിന്തിക്കുമ്പോഴേ നമ്മുടെ കാലെന്ത് ചെയ്യും? മൂവി. 268 മൈൽ സ്പീഡിലാണ് പോന്നേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഒരു സെമി റെയിൽവേ വരാൻ പോവുക, കെ റെയിൽവേ, അല്ലെ? അത് വരുന്നത് 268 മൈൽ സ്പീഡിലാണ് അതിന്റെ വേഗം, അല്ലെ 250 മുകളിലാണ് അതിന്റെ വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ വളരെ വേഗം ഒരറ്റത്ത് നിന്ന് ഒരറ്റത്തേക്ക് പോകാം. അപ്പൊ അത്രമാത്രം സ്പീഡിലാണ് തലച്ചോറിൽ നിന്ന് നമ്മുടെ കൈകളിലേക്കും കാലുകളിലേക്കും മെസ്സേജ് പോകുന്നത്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, ഒരു കാര്യം നമ്മൾ ചിന്തിച്ചോണം. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ബുദ്ധിയിൽ ആരെ നിറയ്ക്കുന്നതിന് പറയുന്ന പേരാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ദൈവത്തെ നിറയ്ക്കുന്നതിന് ഇത്രയും വലിയ ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ ആ ബുദ്ധി അനുഗ്രഹപ്രദമായി തീരണമെങ്കിൽ ആ ബുദ്ധിയിൽ ആരെ നിറയ്ക്കണം? ആരെ നിറയ്ക്കണം? ദൈവത്തെ നിറയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇനി നമുക്കറിയാം, ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം, ബുദ്ധിയിൽ ദൈവത്തെ നിറയ്ക്കുന്നതിന് ജ്ഞാനം. ഇനി ജ്ഞാനം എന്താണ്? പുതിയ നിയമം പറയുന്നു, 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാം വാക്യം.
1 കൊരിന്ത്യർ 1:30 അവിടെ പറയുന്നു, നിങ്ങളോ അവനാൽ യേശുക്രിസ്തുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പൊ ഞാനൊന്ന് പറഞ്ഞ ആരാ? യേശുക്രിസ്തുവാണ്. അപ്പൊ ബുദ്ധിയിൽ ആരെ നിറയ്ക്കണം? ക്രിസ്തുവിനെ നിറയ്ക്കുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ജ്ഞാനമെന്ന് പറയുന്നത്. മാർത്തോമാ ശ്ലീഹ ബുദ്ധിയിൽ ആരെ നിറച്ചു? യേശുവിനെ നിറച്ചു. അതിനൊരു സംശയം ഉണ്ടായി. നമുക്കൊക്കെ സംശയം ഉണ്ടായി എന്ത് ചെയ്യും? മനസ്സിൽ വെച്ചേക്കും, അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കും, അല്ലേ? അവിടെ മാർത്തോമാ ശ്ലീഹയ്ക്ക് ഒരു സംശയം ഉണ്ടായപ്പോൾ മാർത്തോമാ ശ്ലീഹ ആരെടുത്താ പോയ സംശയം ചോദിക്കാൻ? കർത്താവിൻ്റെ അടുത്ത അവൻ സംശയം തീർക്കുന്നത്. ഓതന്റിക് ആയിട്ടുള്ള സ്ഥലത്താണ് മാർത്തോമാ ശ്ലീഹ തന്റെ സംശയം തീർക്കുന്നത്. നമ്മളോ ഇന്ന് പലരും ഏറ്റവും വലിയ കുഴപ്പം, സംശയം ഉണ്ടായാൽ മനസ്സിൽ വെച്ച് പരിഹരിക്കാൻ ശ്രമിച്ച് ജീവിതം കുഴപ്പമാക്കുന്ന ഒരു ലോകത്താണ് സംശയ നിവാരണത്തിന്റെ പുതിയ വഴി മാർത്തോമാ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ആരെയും നിറയ്ക്കുന്നതിന് പറയുന്ന പേര് ഞാനോന്ന് പറയുന്നത് യേശുവിനെ. അത് പുതിയ നിയമം മാത്രമല്ല, പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 11:2 അവിടെ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പരാമർശമാണുള്ളത്. ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള മുളയെന്നാ പറയുന്നത്. അത് ആരെക്കുറിച്ചാണ്? യേശുവിനെ പറ്റി അവിടെ പറയുന്നുണ്ട്, അവൻ ജ്ഞാനമാണ്. യെശയ്യാ പ്രവചനം 11:2 പറയുന്നു, യേശുക്രിസ്തു ജ്ഞാനമാണ്. അങ്ങനെയാണെങ്കിൽ ബുദ്ധിയിൽ നമ്മൾ ആരെ നിറയ്ക്കണം? യേശുവിനെ നിറയ്ക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ബുദ്ധിയിലേക്ക് പോകണമെങ്കിൽ, ആ ജ്ഞാനത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ എങ്ങനെയാ സഞ്ചരിക്കേണ്ടതെന്ന് അറിയാമോ? സദൃശ്യവാക്യങ്ങൾ 11:7 അവിടെ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. അപ്പൊ ഭക്തി ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് നേടാൻ പറ്റത്തുള്ളൂ? ജ്ഞാനം നേടാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കസർത്ത് കാണിച്ചിട്ടൊന്നും ജ്ഞാനം ഉണ്ടാകത്തില്ല. ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തു വേണം? ഭക്തി ഉണ്ടാകണം. ആ ഭക്തി ഒരിക്കലും കപടതയായി മാറരുത്. ഭക്തി എന്തായി മാറരുത്? കപടതയായി മാറരുത്. അതുകൊണ്ടാണ് ക്രിസ്തു ധാരാളം ഉപമകൾ ഉപയോഗിക്കുന്നുണ്ട് കപടതയെ കുറിക്കാൻ വേണ്ടി. അതിന് ഏറ്റവും കർത്താവ് സൂചിപ്പിക്കുന്ന ഒരു എക്സാമ്പിൾ കളയെ പറ്റിയാണ്. കളയും വിളയും. നമുക്കറിയാം, കളയേണ്ടതാണ് കള, വിളയേണ്ടതാണ് വിള എന്നറിയപ്പെടുന്നത്. അതായത് നെൽകൃഷി ചെയ്യുന്ന കർഷകർക്കറിയാം ഈ നെല്ലിൻ്റെ ഇടയിൽ എന്തു വരാറുണ്ട്? കള. ഈ നെല്ലിൻ്റെ കള എങ്ങനെയാ തിരിച്ചറിയുന്നേ? ഇപ്പോഴത്തെ പിള്ളേരെ നിങ്ങൾ നെൽകൃഷി ചെയ്തിട്ട് കള പറിക്കാൻ വിട്ടാൽ അവരെന്ത് ചെയ്യും? നെല്ലും പറിച്ചൊളിഞ്ഞു വരും, അല്ലേ? കളയെല്ലാം അവിടെ നിൽക്കും എന്ന് പറഞ്ഞാൽ കള മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അനുഭവജ്ഞാനം വേണം, അല്ലേ? കളയെ കാണുമ്പോൾ അറിയാം. നെല്ലിന്റെ മൂട് കുറച്ചുകൂടെ പരന്നിരിക്കും, കളയുടെ ചൂട് എങ്ങനെ ഇരിക്കും? കുറച്ചുകൂടി ഉരുണ്ടിരിക്കും. ഈ ജ്ഞാനം കൊണ്ട് വേണം നമ്മളത് എടുത്തുകൊണ്ട് വരാനായിട്ട്. ഇന്ന് വിള പറിക്കുന്ന കാലമാണ്. കളകളൊക്കെ നിർത്തിയിട്ട് വിളകൾ പറിച്ചു കളയുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ സ്ഥലത്ത് നെൽകൃഷിയല്ലായിരുന്നു കൂടുതൽ, പിന്നെ ഏത് കൃഷിയായിരുന്നു? ഗോതമ്പായിരുന്നു കൂടുതൽ കൃഷി ചെയ്തിരുന്നത്. ഈ ഗോതമ്പിന്റെ ഇടയിലും കളയുണ്ട്. ഈ ഗോതമ്പിന്റെ ഇടയിൽ കള പറിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ഗോതമ്പിന്റെ ഇടയിലുള്ള കളയുടെ പ്രത്യേകത ഒറിജിനലിനെ വെല്ലുന്നതാണ് എന്നറിയപ്പെടുന്നത് ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനലിനെ വെല്ലുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റ്. നമ്മുടെയൊക്കെ ദേവാലയങ്ങളിലും ഒക്കെ വരുന്നവരെ കണ്ടാൽ നമുക്ക് അറിയാനൊക്കത്തില്ല. എന്താ ഈ വിളയെക്കാട്ടി നല്ലവണ്ണം ഒരുങ്ങി ആര് വരുന്നത്? കള വരുന്നത്, അല്ലേ? കണ്ട യോഗ്യന്മാരായിട്ട് കർത്താവിൻ്റെ അടുത്ത് യൂദ വന്നത് എങ്ങനെയാ? എന്തോ ഒരു ഭക്തിയായിട്ടാ. ആ വരവ് കണ്ട മന്യന്റെ കൂട്ടാ വരുന്നത്. കൈയൊക്കെ പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തു. അന്നേരമാ മനസ്സിലായത് കൊടുത്തു ഉമ്മ എന്തിനുള്ള ഉമ്മയാണ്? ഒറ്റിക്കൊടുക്കാനുള്ളതാ. അപ്പോൾ എപ്പോഴും ഓർക്കണം, ഈ ഗോതമ്പിന്റെ ഇടയിൽ നിൽക്കുന്ന കളയുടെ കൂട്ടാണ് എപ്പോഴും കപടന്മാർ വരുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഈ കളയ്ക്ക് പറയുന്നൊരു പേരുണ്ട് ഗ്രീക്ക് ഭാഷയിൽ. എന്താ പറയുന്ന അറിയാവോ? സൂനിം എന്ന് പറയുന്ന വാക്കാ. ZUNIM, സൂനിം. അതായത് ഗോതമ്പിന്റെ ഇടയിൽ വളർന്നു വരുന്ന കളയ്ക്ക്
പുതിയ നിയമം ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്തെന്നറിയപ്പെടുന്നത് സൂനിം. സൂനിം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥം, ഇംഗ്ലീഷ് പദം, അത് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, അതിൻ്റെ വാക്ക് അങ്ങനെ ആയതുകൊണ്ട് ആ പദം തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നാൽ അതിങ്ങനെ ഇരിക്കും. അതിന് പറയുന്ന പേര് ബാസ്റ്റാർഡ് വീറ്റ് എന്ന. അതിൻ്റെ പേര് കാരണം എന്താ? ഇത് ഗോതമ്പിന്റെ കൂട്ട് തന്നെ ഇരിക്കുന്നേ. പിന്നെ എപ്പോഴാണ് ഇത് തനി ഗുണം കാണിക്കുന്നതെന്ന് അറിയാവോ? എപ്പോഴാണ് ഇത് തനി ഗുണം കാണിക്കുന്നേ? എപ്പോഴാ? ഫലം വരുമ്പോഴാണ്, കുടം വരുമ്പോഴാണ്. ഇത് പുറത്തേക്ക്, ഇതിന്റെ ഫലം പുറത്തു വരുമ്പോഴാണ് കർഷകൻ തിരിച്ചറിയുന്നത് കള ഏതാണ് വിള ഏതാണെന്ന്. എന്ന് പറഞ്ഞാൽ അതുവരെ കളയുടെ കൂട്ട് തനി ഗുണം കാണിച്ച് മാന്യന്റെ കൂട്ട് നിൽക്കും. എന്നാൽ പുറത്തു വരുമ്പോഴാ കർഷകന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഗോതമ്പാണോ കള്ളഗോതമ്പാണോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത്. അതിനെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എന്താണ്? ഇതാണ് കളയെന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാന വശം. നമുക്ക് ദൈവം തമ്പുരാൻ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള ബുദ്ധി തന്നിട്ടുണ്ട്. ആ ബുദ്ധിയിൽ ക്രിസ്തുവിനെ നിറച്ചവരാണ് ആര്? വിശുദ്ധന്മാർ. വിശുദ്ധനായ മാർത്തോമാ ശ്ലീഹ തൻ്റെ ബുദ്ധിയിൽ ആരെ നിറച്ചു? യേശുവിനെ നിറച്ചു. വിശുദ്ധിയുടെ ഒന്നാമത്തെ വഴി ഇതാണ്. ബുദ്ധിയിൽ നമ്മൾ ആരെ നിറയ്ക്കണം? യേശുവിനെ നിറയ്ക്കണം. ജ്ഞാനത്തിൽ വളരുക എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം ഇതാണ്. 2, പ്രായത്തിൽ വളരുക. അതിനെപ്പറ്റി പറയുമ്പോൾ 2 പദം നിങ്ങൾക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഒന്ന് ഗ്രോത്ത്, 2 ഡെവലപ്മെന്റ്. എന്താ ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞ? ഈ വർഷം നിങ്ങൾക്ക് 5 അടി 5 ഇഞ്ചേ പൊക്കമുള്ളൂ. അടുത്ത വർഷത്തെ പെരുന്നാളിന് 5 അടി 6 ഇഞ്ച് ആയെങ്കിൽ നമ്മൾ എന്തു പറയും? വളർന്നെന്ന് പറയും അല്ലേ? കോംപ്ലൈന്റ് പരിസരത്തിൽ കൊച്ചു വന്ന് അമ്മയുടെ അടുത്ത് നിന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, എന്താ? ഞാൻ വളർന്നു അല്ലേ എന്ന് ചോദിക്കത്തില്ലയോ? അപ്പൊ പൊക്കം വെക്കുന്നതിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വളർന്നു. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വണ്ണം വെക്കുന്നതിന് പറയുന്ന പേരാണോ? കൊള്ളാം. വളരുന്നതിന് പറയുന്ന പേര് ഗ്രോത്ത് ആണ്. വണ്ണം വെക്കുന്നതിന് അപ്പം നമുക്കിപ്പോൾ ഉണ്ടാകുന്ന എന്താ? ഗ്രോത്ത് ആണോ ഡെവലപ്മെന്റ് ആണോ? ലോക്ക്ഡൗൺ ഈ പറഞ്ഞ ഭാഷയിലാണെങ്കിൽ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എന്ത് ചെയ്തു? ഡെവലപ്ഡ് ആയി. കാരണം എന്താ? വീട്ടിൽ ലോക്ക്ഡൗണിൽ നിന്ന് പാചകം ചെയ്ത് കഴിച്ച് വണ്ണം വെച്ചുകൊണ്ടിരിക്കുക. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ വണ്ണം വെപ്പല്ല, പിന്നെ എന്താണ്? ഒരു മനുഷ്യന്റെ സമഗ്രമായ വളർച്ച, ആത്മീയമായും ശാരീരികമായും മാനസികമായുമുള്ള ഹോളിസ്റ്റിക് വളർച്ചയ്ക്ക് പറയുന്ന പേരാണ്, സമഗ്രതയ്ക്ക് പറയുന്ന പേരാണ് എന്നു പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ പ്രായത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരാം. യേശു ക്രിസ്തു 40 ദിവസം ഉപവസിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പം സ്വീകരിക്കാൻ ഒരാൾ നിന്നായിരുന്നല്ലോ. ആരാ നിന്നത്? സാത്താൻ. ആദ്യം കാണിച്ചെന്താ? കല്ല്. എന്നിട്ട് പറഞ്ഞു എന്താക്കാൻ പറഞ്ഞു? അപ്പമാക്കാൻ. ക്രിസ്തു പറയുന്നുണ്ട് മനുഷ്യൻ അപ്പം കൊണ്ടും മാത്രമല്ല പിന്നെ എന്തുകൊണ്ട് വളരുന്നു? ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സർവവചനം കൊണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വളർച്ച സമഗ്രമാകുന്നത് കേവല ഭക്ഷണം കൊണ്ട് മാത്രമല്ല, ദൈവവചനം കൊണ്ടുമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് കൊടുക്കുന്ന ഒരു നിർവചനം ഇതാണ്: മന്നായിൽ നിന്ന് ജീവന്റെ അപ്പത്തിലേക്കുള്ള വളർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മന്നായിൽ നിന്ന് ജീവന്റെ അപ്പം. എന്താ മന്ന എന്ന് പറഞ്ഞാൽ? പുറപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൽ മന്നായെ പറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയും മന്ന പിറുപിറുക്കലിന്റെ അപ്പം കൂടിയാണ്. കാരണം എന്താണെന്നറിയാവോ? മന്ന എന്തുകൊണ്ടാണ് പിറുപിറുക്കലിന്റെ അപ്പമാകുന്നേ? ഈ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് വിശന്നപ്പോൾ അവരെന്ത് ചെയ്തു? പിറുപിറുത്തപ്പോഴാ മോശ ദൈവത്തോട് ചോദിക്കുന്നതും ദൈവം എന്ത് കൊടുക്കുന്നതും? മന്ന കൊടുക്കുന്നതും. മന്ന എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത വൈറ്റ് ക്രിസ്റ്റൽ നിറമാണ്. ഗ്ലൂക്കോസിന്റെ 2 മോളിക്യൂൾ ചേർന്ന് വരുന്ന റിച്ച് ഫുഡാണ് എന്നറിയപ്പെടുന്നത് മന്ന. അപ്പൊ ദൈവം കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഭക്ഷണമാണ് കൊടുക്കുന്നത് അല്ല. ജനം പിറുപിറുത്തപ്പോൾ ദൈവം അവർക്ക് എന്തു കൊടുത്തു എന്നാ പറഞ്ഞത്? റിച്ച് ഫുഡാണ് കൊടുത്തത്. ദൈവത്തിനറിയാം
ഇത്രയും റിച്ച് ഫുഡ് കഴിച്ച് ജോലി ചെയ്യാതെ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ എന്ത് വർദ്ധിക്കാൻ കാരണമുണ്ട്? എന്ത് കൂടും? ഇത്രയും റിച്ച് ഫുഡ്, കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഫുഡാ. ഇത് കഴിച്ചാൽ എന്ത് കൂടും? ഡയബറ്റീസ് ഉണ്ടാകാം, മറ്റു കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അവർക്ക് ഡയറ്റിംഗ് കൊടുത്തു. എന്താ ഡയറ്റിംഗ് കൊടുത്തത്? മന്ന നല്ല ടേസ്റ്റി ഫുഡാണ്, റിച്ച് ഫുഡാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഫുഡ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ദൈവം എന്ത് ചെയ്യുന്ന അറിയാമോ? അവർക്ക് ഡയറ്റിംഗ് കൊടുത്തു. ഡയറ്റിംഗ് എത്ര കൊടുത്തത്? ഒരു ദിവസം ആരോഗ്യശേഷിയുള്ള ഒരാൾക്ക് എത്ര കഴിക്കാന്നാ പറഞ്ഞേ? എത്ര കഴിക്കാന്നാ പറഞ്ഞേ? വീട്ടിൽ പോയി വായിക്കണം കേട്ടോ. പുറപ്പാട് പുസ്തകം 16 അധ്യായത്തിലുണ്ട്. എടങ്ങഴി. എടങ്ങഴി എന്ന് പറഞ്ഞാൽ എത്ര നാഴിയാ? 4 നാഴിയാണ് എടങ്ങഴി. കൊച്ചുങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. 4 നാഴിയാണ് എന്തെന്ന് പറയുന്നത്? അപ്പോൾ ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാവുന്ന മന്നായുടെ അളവ് എത്രയാണ്? എടങ്ങഴിയാണ്. പക്ഷേ ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ, സൗജന്യമായിട്ട് കിട്ടുന്നതല്ലേ? നമ്മുടെ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു സാധനം സൗജന്യമായിട്ട് കൊടുക്കുന്നതെന്ന് അറിഞ്ഞാൽ റേഷൻ കടയുടെ മുമ്പിലെ തെള്ളെന്തായിരിക്കും എന്ന് പറഞ്ഞതുപോലെ മന്ന ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ ആൾക്കാർ എന്തുകൊണ്ട് പോയെന്നറിയാവോ? എന്തുകൊണ്ട് പോയി? വലിയ ചാക്കുമായിട്ട് പോയി. കാരണം എന്താ? ആവശ്യത്തിൽ കൂടുതൽ വാരിയെടുത്തോണ്ട് പോകാൻ അവർ ആർത്തിയോടെ വാരിക്കൊണ്ടുപോയി. പക്ഷെ നമ്മൾ പ്രകൃതിയിലോട്ട് നോക്കണം കേട്ടോ. സിംഹത്തിനൊക്കെ, ഒരു കാട്ടുപോത്തിനെ പിടിച്ച സിംഹം എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? എന്താ ചെയ്യുന്നത്? അടിച്ചവിടെ ഇട്ട് അതിന് ആവശ്യമുള്ള കഴിച്ചിട്ട് ഇട്ടിട്ട് പോകും. പിന്നെ ബാക്കിയൊക്കെ ആര് കഴിക്കും? കഴുകനോ ചെന്നായോ ഒക്കെ വന്ന് കഴിക്കും. ഇനി നമ്മൾ ആ കാട്ടുപോത്തിനെ പിടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കിയല്ല എവിടെ കയറ്റി വെക്കും? കാരണം വീടിനെക്കാട്ടി വലിയ ഫ്രിഡ്ജാണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. ഈ സാധനം എല്ലാം കൊണ്ടുവന്ന് അടുക്കി ഏതിനകത്ത് വെച്ചേക്കും? നമ്മുടെ ചെറുവരലെങ്ങാനും ഫ്രിഡ്ജിൻ്റെ ഡോറയിലൊന്ന് തട്ടിയ പല വീടിൻ്റെയും വീട്ടിലിരിക്കുന്ന ഫ്രിഡ്ജ് എന്ത് ചെയ്യും? തള്ളി പുറത്ത് വരും. ഒരു നല്ല സാധനം കിട്ടിയാൽ പണ്ടൊക്കെ പങ്കുവെക്കുമായിരുന്നു, കേടാവുമെന്ന് പറഞ്ഞല്ലേ? ഇപ്പം അതില്ല. ഉള്ളതിൽ എന്ത് ചെയ്യും? ഈ പല മനുഷ്യരും ആഴ്ചവട്ടത്തിന് 1-ാം നാൾ വെക്കുന്ന ഭക്ഷണമാണ് എത്ര നാൾ വരെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് വാങ്ങിച്ചിങ്ങനെ ശേഖരിച്ചു വെക്കും. പക്ഷേ ഇവിടെ ഇതാ ചാക്കിനകത്ത് വാരിക്കൊണ്ട് വെച്ചു. പിറ്റേന്നായപ്പോ നാറാൻ തുടങ്ങി. അർഹതയില്ലാത്തത് കൂട്ടിവെച്ചാൽ എന്ത് ചെയ്യും? ജീർണിക്കും. അർഹതയില്ലാത്തത് ചേർത്ത് വെച്ചാൽ ജീർണിക്കും. ദൈവം തമ്പുരാൻ പഠിപ്പിക്കുന്ന പാഠവാ. എടങ്ങഴി വാരാൻ പറഞ്ഞെടുത്ത് അന്യായമായി നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒതകത്തില്ല പ്രിയപ്പെട്ടവരെ, അത് ജീർണിച്ചു പോകും. അപ്പോൾ ജീർണിച്ചപ്പോൾ അവരുടെ മനസ്സിൽ അടുത്ത സംശയം. എന്താ സംശയം എന്നറിയോ? ശാബത്ത് വരുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ശാബത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? അപ്പൊ ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ശാബത്തിന്റെ തലേന്ന് നീ 2 എടങ്ങഴി വാരിക്കോ. അപ്പോൾ അവരുടെ മനസ്സിലൊരു ഡൗട്ട് ഉണ്ടായി കാണും. എന്താ, ഞങ്ങൾ ചാക്കിനകത്ത് വാരി വെച്ചപ്പോ കേടായി പോയല്ലോ, അതുകൊണ്ട് ഇതും കേടായി പോകുമോ? അവർ 2 എടങ്ങഴി വാരി വെച്ചു. പിറ്റേന്ന് നോക്കുമ്പോൾ അന്ന് ഉപയോഗിച്ചതിന്റെ ബാക്കി ശാബത്തിന് ഉപയോഗിക്കാൻ വെച്ചിരുന്ന എടങ്ങഴി കേടായി പോയോ? ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, അർഹതയുള്ളത് ഒരിക്കലും നശിച്ചു പോകത്തില്ല. മന്ന കണ്ടപ്പോൾ അവർക്ക് ആർത്തിയുണ്ടായി. മന്നയ്ക്ക് വേണ്ടി അവർ പിറുപിറുത്തു. എന്നാൽ ജീവന്റെ അപ്പത്തിലേക്ക് വന്നേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ജീവന്റെ അപ്പമായി അവൻ തീർന്ന എങ്ങനെയാ? ഗെത്സമനെ പോയി അവൻ പ്രാർത്ഥിച്ചു, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് അനുസരണത്തിന്റെ അപ്പമാണ്. അവിടെ പിറുപിറുപ്പില്ല, അവിടെ പിറുപിറുക്കലില്ല. കർത്താവിന്റെ തിരുശരീരം സമർപ്പണത്തിന്റെ അപ്പമാണ്. പിന്നീട് പറയുന്നുണ്ട്, ഇത് ഭക്ഷിക്കുന്നവന് വിശക്കത്തില്ല, ദാഹിക്കുകയില്ല. കാരണം എന്താണ്? അത് സംതൃപ്തിയുടെ അപ്പമാണ്. മന്ന കഴിച്ചവന് വിശന്നു, മന്ന കഴിച്ചവന് ആർത്തിയുണ്ടായി. വിശുദ്ധ കുർബാന ആർത്തിയുടെ അപ്പമല്ല, അത് സംതൃപ്തിയുടെ അപ്പമാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, നമ്മൾ മനസ്സിലാക്കണം,
ഇത് നമുക്ക് ദൈവം തമ്പുരാൻ തന്ന ദാനമാണ്. അതുകൊണ്ട് സംതൃപ്തിയിലേക്ക് നമ്മൾ വളരണമെങ്കിൽ കർത്താവിനെ അനുഭവിച്ചറിയണം. മാർത്തോമാ ശ്ലീഹ സംതൃപ്തിയുടെ അനുഭവമായി, സംതൃപ്തിയുടെ തലമായി മാറുന്നതിൻ്റെ അടിസ്ഥാന കാരണം മറ്റൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവകൃപയിൽ അവരാശ്രയിച്ച് വളർന്നവരാണ്. അതുകൊണ്ട് പരിശുദ്ധന്മാർ എപ്പോഴും സംതൃപ്തിയുള്ളവരായിരുന്നു. അവർ വേണ്ടാത്തതൊന്നും സംഭരിച്ചു വെച്ചവരല്ല. കർത്താവിൽ അവർ സംതൃപ്തി പൂണ്ടു. അതുകൊണ്ട് വിശുദ്ധിയുടെ വഴി പ്രായത്തിൽ വളരുക എന്ന് പറയുന്ന വഴിയാണ്. ആ വഴി സംതൃപ്തിയുടെ വഴിയാണ്. ആ വഴി സമർപ്പണത്തിൻ്റെ വഴിയാണ്. ഈ വഴിയിലൂടെ സഞ്ചരിച്ച വ്യക്തിത്വമാണ് മാർത്തോമാ ശ്ലീഹ. മൂന്നാമത് ദൈവപ്രീതി. അതിൻ്റെ അർത്ഥം ഇതാണ്: ദേഹത്തെ ദേവാലയമാക്കി മാറ്റുക. ദേഹത്തെ ദേവാലയമാക്കി മാറ്റുക. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി ഏതാ? ഏറ്റവും വലിയ പള്ളി ഏതാ? വേറെ ഒന്നുമല്ല, നമ്മുടെ ശരീരമാ. നമ്മുടെ ശരീരമാ. ഭാരതീയ പാരമ്പര്യത്തിൽ പറയുന്നു, ഈ ശരീരം ഉണ്ടായത് 7 ധാതുക്കൾ മുഖേനയാ. ത്വക്ക്, മാംസം, രുധിരം, മജ്ജ, അസ്ഥി, മലമൂത്രം. ഇത്രയും സാധനം ചേർന്ന എന്തുണ്ടാക്കി വെച്ചേക്കുന്നേ? ശരീരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ത്വക്ക്, മാംസം, രുധിരം, അസ്ഥി, മജ്ജ, മലം, മൂത്രം ഇത്രയും ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? 7 ധാതുക്കൾ എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെയാണ്. എന്നാൽ നമ്മുടെ ശരീരം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കിക്കൊള്ളണം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യം. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-ാം വാക്യം. അവിടെ പറയുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്നും. അപ്പോൾ ഒന്നാമത്തെ പാഠം പഠിച്ചു. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ടാണ് പള്ളി കൂദാശ ചെയ്യുന്നത് മൂറം കൊണ്ട, ശരീരം കൂദാശ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പം നമ്മുടെ ശരീരം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. രണ്ടാമത് പറയുന്നു, നിങ്ങളുടെ ശരീരം നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നതിനാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളതല്ല. അപ്പം നമ്മുടെയൊക്കെ വിചാരം എന്താ? നമ്മൾ ആർക്കുള്ളയാന്ന? നമ്മൾ ആർക്കുള്ളയാന്ന? നമുക്കുള്ളതാന്ന്. അതുകൊണ്ടാ ചില കാര്യങ്ങളൊക്കെ പറയുമ്പം നമ്മളൊക്കെ വല്ലാതെ ടെൻഷൻ അടിക്കുന്നതിൻ്റെയും വല്ലാതെ പ്രതിസന്ധിയിലാകുന്നതിൻ്റെ ഒക്കെ കാരണം എന്താ അറിയോ? നമ്മൾ നമുക്കുള്ളതാണെന്നുള്ള ചിന്തയാണ്. നമ്മൾ നമുക്കുള്ളതാണോ? പുതിയ കാലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, അല്ലേ? അല്ലേ? വിദേശത്തൊക്കെ ധാരാളം പേര് പിടഞ്ഞു വീണ് മരിക്കുന്നുണ്ട് ഈ കോവിഡൊക്കെ വന്നിട്ട്, അല്ലേ? അവിടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു മനുഷ്യരുമില്ല. ഏതെങ്കിലുമൊക്കെ മനുഷ്യരെടുത്ത് 3 പോളിത്തീൻ ബാഗിനകത്തിട്ട് സിപ്പ് വിട്ട് കൊണ്ടുപോയി എന്ത് ചെയ്യുക? കൊണ്ടുവന്ന് കുഴിച്ചിടുകയാണ്. നമ്മൾ തിരിച്ചറിഞ്ഞൊരു വലിയ ചരിത്രമാണ്. നമ്മൾ ആർക്കുള്ളതല്ല, നമ്മൾ നമുക്കുള്ളതല്ല. വിശുദ്ധ വേദപുസ്തകം നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ആർക്കുള്ളതല്ല, പിന്നെ ആർക്കുള്ളതാ? കർത്താവിനുള്ളതാണ്. നിങ്ങളെ ഞാൻ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. എന്തു കൊടുത്താ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നേ? തൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് നൽകി ഈ ലോകത്ത് നമ്മളെ മറുവിലയായിട്ട് നൽകി വീണ്ടെടുത്തിരിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഞാൻ ആരുടെ വകയാ? ഞാൻ ആരുടെ വകയാ? അതുകൊണ്ടാണ് മാർത്തോമാ ശ്ലീഹായെ രക്തസാക്ഷിത്വത്തിന് കൊണ്ടുപോകുമ്പോഴേ ഒരു ചലനം പോലും ഉണ്ടായില്ല. മലയുടെ മുകളിൽ ചെന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അവർ കുന്തം കൊണ്ട് കുത്തിയത്. കാരണം മാർത്തോമാ ശ്ലീഹായ്ക്ക് അറിയാം, ഞാൻ എനിക്കുള്ളവനല്ല, ഞാൻ പിന്നെ ആർക്കുള്ളതാ? കർത്താവിനുള്ളതാ. ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ആരാണ്? യേശുവാണ്. അപ്പോൾ രണ്ടാമത്തെ പാഠം പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ്? നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. ഏറ്റവും അധികം ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കണമെങ്കിൽ ഈ ഒറ്റ വിചാരം മാത്രം മതി കേട്ടോ. ടെൻഷനൊക്കെ കയറി വരുമ്പം, ചില ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു വരുമ്പം, ചില പ്രതിസന്ധി ഉണ്ടാകുമ്പം നമ്മുടെ മനസ്സിൽ ഈ ഒറ്റ ബോധം മതി, ഞാൻ എനിക്കുള്ളതല്ല, പിന്നെ ഞാൻ ആർക്കുള്ളതാണ്? ദൈവത്തിൻ്റെ വകയാ. മൂന്നാമത് പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ഈ ശരീരം കൊണ്ട് ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നറിയാവോ? ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങൾ ഏതു ജോലി ചെയ്താലും, ഏത് മേഖലയിൽ ഇടപെട്ടാലും നിങ്ങളുടെ പ്രവൃത്തി ആരെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം? ദൈവത്തെ. 3 പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചത്. 1, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. 2, നമ്മൾ നമുക്കുള്ളതല്ല. നമ്മളെ ആര് വിലയ്ക്ക് വാങ്ങി? ദൈവം തമ്പുരാൻ. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വകയാ. 3ാമത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഈ ശരീരം കൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്?
ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് ദേഹത്തെ ദേവാലയമാക്കണം. ഈ ശരീരം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ്. ഈ അടുത്ത സമയത്ത് ഒരു ക്യാൻസർ ബാധിതയായ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കാണുവാനായിട്ട് പോയി. ക്യാൻസറിൻ്റെ 3-ാം ഘട്ടം കഴിഞ്ഞ് 4-ാം ഘട്ടമാണ്. ത്രോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അസ്ഥിയിലേക്കൊക്കെ ബാധിച്ച് പാലിയേറ്റീവ് കെയറിലിരിക്കുന്ന ആ കുട്ടി, ഞാൻ ചെല്ലുമ്പോൾ ആ കുഞ്ഞ് വീൽ ചെയറിലാണ്. അതിൻ്റെ അമ്മ അതിന് ചോറ് കൊടുക്കുകയാണ്. ആ ചോറ് ഒരു സെമി ലിക്വിഡ് പരുവത്തിൽ ഉടച്ചൊടച്ച് ഈ കുഞ്ഞിൻ്റെ വായിലോട്ട് വെച്ചു കൊടുത്തു. പിന്നീട് കാണുന്ന കാഴ്ച, ഈ ഒരു നുള്ളു ചോറ്, ഉടഞ്ഞ ചോറ് വായിൽ വെച്ചിട്ട് ഈ കുഞ്ഞ് ഇറക്കാനായിട്ട് നടത്തുന്ന ഒരു പരിശ്രമമുണ്ട്. എത്ര ശ്രമിച്ചിട്ടും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. അതിൻ്റെ കണ്ണിലെ കൃഷ്ണമണി പുറത്തേക്ക് തള്ളി വരികയാണ്. ഒരു 10 മിനിറ്റ് സാഹസമായി പരിശ്രമിച്ചിട്ട് അതിൻ്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് അടർന്നടർന്ന് വീണുകൊണ്ടിരിക്കുക. ആ കുഞ്ഞ് മാക്സിമം പരിശ്രമിച്ചു. 10 മിനിറ്റത്തെ പരിശ്രമത്തിനുള്ളിൽ ഒരു ചോറ് ഇറങ്ങിപ്പോയപ്പോൾ ആ 13 വയസ്സുള്ള കുഞ്ഞ് പറയുകയാ, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഒരു ചോറിറക്കാൻ കൃപ കിട്ടിയപ്പോൾ ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, യേശുവേ സ്തോത്രം. കാരണം തൊണ്ട മുഴുവൻ ക്യാൻസർ ബാധിച്ച് ഒരല്പം ഇറക്കാൻ കഴിയാത്ത ദുരന്താവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആ 13 വയസ്സുള്ള കുഞ്ഞ് ഒരിറക്ക് ചോറിറക്കാൻ അവസരം കിട്ടിയപ്പോൾ അവൾ പറയുകയാണ്, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് എത്ര ഗ്ലാസ് വെള്ളം കുടിച്ച് ഒരിക്കലെങ്കിലും ദൈവത്തെ ഒന്ന് ഓർത്തോ? വെള്ളം ഇറങ്ങിപ്പോയപ്പോൾ നമ്മൾ സാവധാനം ഒന്ന് ഓർത്തേ. എത്ര പ്ലേറ്റ് ഭക്ഷണം ഇന്ന് കഴിച്ച് രാവിലെ മുതൽ? ഇത്രയും കൂളായിട്ട് കഴിച്ചിട്ടല്ലേ എഴുന്നേറ്റ് പോന്നേ? ദൈവത്തെ ഒന്ന് ഹൃദയം കൊണ്ട് സ്തുതിക്കാനായിട്ട് നമുക്ക് സാധിച്ചോ? ശ്വാസം ഒന്ന് നന്നായിട്ട് പിടിച്ചകത്തോട്ട് കയറ്റാൻ പറ്റിയാൽ ദൈവത്തെ സ്തുതിച്ചോണം പ്രിയപ്പെട്ടവരെ. ഒരിറക്ക് വെള്ളം ഇറക്കാൻ കഴിഞ്ഞാൽ യേശുവേ സ്തോത്രമെന്ന് പറയാൻ കഴിയണം. ഒരിറ്റ് ഭക്ഷണം ഇറക്കാനായിട്ട് കൃപ കിട്ടിയാൽ യേശുവേ സ്തോത്രമെന്ന് പറയുവാൻ കഴിയണം. ഒരല്പ ശുദ്ധവായു കുഴപ്പമൊന്നുമില്ലാതെ അകത്തോട്ടെടുക്കാൻ കൃപ ലഭിച്ചാൽ യേശുവേ സ്തോത്രമെന്ന് പറയണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാ പറഞ്ഞത്, നമ്മൾ നമുക്കുള്ളതല്ല, ഈ ശരീരമൊന്നും നമുക്ക് സ്വന്തമല്ല. ദേഹത്തെ ദേവാലയമാക്കി കൊള്ളണം. ഒരിറക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാൻ കഴിയണം. അത് ഞാൻ പറയും, ശരീരം മാത്രമല്ല കേട്ടോ, ദാനങ്ങളെയും ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. താമസിക്കുന്ന വീട് പോലും എന്ന് നമ്മൾ ചിന്തിച്ചോണം. അതുകൊണ്ടാ വിക്ടർ ഹ്യൂഗോ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? വിക്ടർ ഹ്യൂഗോയുടെ പ്രസിദ്ധമായൊരു നോവലുണ്ട്. ഏതാണെന്നറിയാമോ? പാവങ്ങൾ. അതിനകത്തെ കഥാപാത്രത്തെ നമുക്കറിയാം. പണ്ട് നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനകത്തൊരു കൊച്ചു കഥാപാത്രത്തിൻ്റെ പേരാണ് ജീൻ വാൽജീൻ. ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ജീൻ വാൽജീനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? ജീൻ വാൽജീൻ ഒരു കൊടും കുറ്റവാളിയാ. അയാൾ ഒരു ദിവസം ജയിലിൽ ചാടുക. ഫ്രഞ്ചുകാരനായ നോവലിസ്റ്റ് വിക്ടർ ഹ്യൂഗോ. ഇന്നിപ്പോൾ ആരും ജയിലിൽ ചാടുന്നില്ല കേട്ടോ. കാരണം എന്താ? പണ്ടൊക്കെ ഒരു 10-15 വർഷം മുമ്പ് വരെയൊക്കെ ആൾക്കാർ ജയിലിൽ ചാടുന്ന വാർത്തയുണ്ടായിരുന്നു. ഇപ്പം ഏതെങ്കിലും ചാനലിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും ജയിലിൽ ചാടുന്നെന്ന്? ഇല്ല. അത് സുരക്ഷാ ക്രമീകരണമൊന്നും വർദ്ധിച്ചുകൊണ്ടൊന്നും അല്ലേ കേട്ടോ. കാരണം ജയിലിനകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര സുന്ദരവും സ്വസ്ഥവുമായ ജീവിതമാണ്. കാരണം എന്താ? അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആഴ്ച 2 ദിവസം മട്ടൻ, 2 ദിവസം ചിക്കൻ, 4 ദിവസം മീന്, ആവശ്യത്തിന് മുട്ട, അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണം നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. റിച്ച് ഫുഡാണ് കിട്ടുന്നത്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സുഭിക്ഷത. ഇനി കറണ്ട് ചാർജ് അടയ്ക്കണം? വേണ്ട. ഗ്യാസിൻ്റെ ചാർജ് അടയ്ക്കണം? വേണ്ട. കല്യാണത്തിന് പോകണോ? കൂതാശയ്ക്ക് പോകണോ? ഒന്നും വേണ്ട. വേറെ കാര്യങ്ങൾ, വേറെ എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടോ? ഇല്ല. ഇനി ജോലി അന്വേഷിച്ച് പോകണോ? വേണ്ട. കാരണം എന്താണെന്നറിയാമോ? സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സൗകര്യമുള്ള ജോലി. ഇപ്പം ജയിലിൽ പോകുന്നവർക്കൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുക, അത് മെഷീനകത്ത് ഉണ്ടാക്കിയാൽ മതി. മെഷീനകത്ത് ബിരിയാണി ഉണ്ടാക്കുക. ഇങ്ങനെ ജോലി ചെയ്താൽ ശമ്പളമുണ്ട്. അപ്പോൾ ആ ശമ്പളം കൃത്യമായിട്ട് കിട്ടും. വാട്ടർ ചാർജ് അടയ്ക്കേണ്ട. ഇനി സെക്യൂരിറ്റി വേണോ? വേണ്ട. എന്താ? കേരള അതാത് സംസ്ഥാനത്തെ പോലീസിനെയാണ് ആർക്ക് കാവൽ വെച്ചേക്കുന്നത്? ഒരുത്തനും കയറി ഒന്നും ചെയ്യത്തില്ല.
ഇത്ര സ്വസ്ഥമായിട്ട്. അത് കഴിഞ്ഞ് റിക്രിയേഷൻ, എക്സസൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ബാക്കി എല്ലാ സൗകര്യങ്ങളും, ഇത്രയും സുഭിക്ഷമായിട്ട് കഴിയാൻ പറ്റുന്ന ഒരിടമുണ്ടോ? ഇല്ല. അതുകൊണ്ടാ ഈ 59 കിലോകളൊക്കെ ഒരുത്തനൊക്കെ കയറി പോയിട്ട് തിരിച്ചിറങ്ങി വരുന്നത് സിനിമാ നടനെക്കാട്ടി സുന്ദരനായിട്ടാ ഇറങ്ങി വരുന്നത്. അവൻ ജീവിതത്തിൽ സ്വർഗം കാണുന്നത് എവിടാന്ന് ചോദിച്ചാൽ എവിടാ? ഇത്രയും കാലം കാണാത്ത സ്വർഗം. അതുകൊണ്ടാണ് ജയിലിൽ പോകുന്ന ഒരുത്തനും ഇന്ന് പ്രാർത്ഥിക്കാറില്ല ജയിലിൽ ചാരണേന്ന്. അവസാനം ഇറക്കി വിടുമ്പോഴല്ലോ അവൻ ഭയങ്കര വിഷമത്തോടെ ഇറങ്ങി വരുന്നത്. കാരണം എന്താ? ഇത്രയും സൗകര്യമൊന്നും ജീവിതത്തിൽ ഇനി കിട്ടാനായിട്ട് പോകുന്നില്ല. പക്ഷെ അതുപോലല്ലായിരുന്നു പഴയ കാലം. പഴയ കാലം എന്ന് പറഞ്ഞാൽ ജയിലെന്ന് പറഞ്ഞ ദുരിതത്തിന്റെ കേന്ദ്രമാണ്. അതുകൊണ്ടാണ് ജീൻ വാൽജീൻ എന്ത് ചാടിയത്? അത് കൊടും കുറ്റവാളി. ഇവൻ ജയിലിൽ ചാടി എന്നറിഞ്ഞപ്പോഴത്തേക്ക് നാട്ടിലൊക്കെ വലിയ വിഷയമായി. എല്ലാവരും കടകളൊക്കെ അടച്ചു. കാരണം എന്താ? ഇവൻ വരുന്നുണ്ട്, കുഴപ്പമുണ്ടാക്കും. വീടിൻ്റെ വാതിലുകളൊക്കെ വലിച്ചടച്ചു. എന്നാൽ ഇവൻ നോക്കുന്നുണ്ട്, ആരെങ്കിലും ഇച്ചിരി വെള്ളം കൊടുക്കുമോ, ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ? പക്ഷെ ഒരു മനുഷ്യനും സഹായിച്ചില്ല. അങ്ങനെ രാവിലെ മുതൽ നടന്ന് വൈകുന്നേരം ആയപ്പോഴേ അവൻ ക്ഷീണിച്ചു. അവസാനം അവൻ എവിടോട്ട് വരുവാന്നറിയാമോ? അവിടുത്തെ ബിഷപ്പ് ഹൗസ് ഉണ്ട്. ബിഷപ്പ് ഹൗസിലോട്ട് ഇങ്ങനെ കയറി വരിക. അന്നേരം ഉണ്ട് ബിഷപ്പ് മണിമാളികയുടെ മുകളിൽ നിൽപ്പുണ്ട്. കൂടെ 5-6 പേരുമുണ്ട്. ബിഷപ്പ് ഒരു നല്ല മനുഷ്യനെ കേട്ടോ. അപ്പോൾ അയാൾക്ക് ഇവൻ കയറി വരുന്നെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കരുണയുണ്ട്. പക്ഷെ കൂടെ നിൽക്കുന്ന 3-4 എണ്ണം ഉണ്ട്. അവർ പറഞ്ഞു കൊടുക്കാണ്, ദേ അവൻ കൊടും കുറ്റവാളിയാ, അവനെ ഇങ്ങോട്ട് കയറ്റരുത്. ഇന്ന് അല്ലേലും ബിഷപ്പുമാരെയൊക്കെ വഴിതെറ്റിക്കുന്നതേ ഈ കൂടെ നിൽക്കുന്നവരാ. ഈ ബിഷപ്പുമാരെയൊക്കെ വഴിതെറ്റിക്കുന്ന കൂടെ നിൽക്കുന്നവരാ. വേണ്ടതിനൊക്കെ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കും. നീ വേണ്ടതിനൊക്കെ പറഞ്ഞു. ഇവിടുത്തെ ബിഷപ്പിനെ വഴിതെറ്റിക്കാൻ നോക്കുക. അയ്യോ അവനെ ഇങ്ങോട്ട് കയറ്റല്ലേ, അവൻ കൊള്ളരുതാത്തവനാ, അവനെ ഒന്നും കയറ്റരുത് ഉപദേശം. പക്ഷേ ബിഷപ്പ് തൻ്റെ ബുദ്ധി കൂടെ നിൽക്കുന്നവർക്ക് വിറ്റിട്ടില്ല. അതുകൊണ്ട് ബിഷപ്പ് പറഞ്ഞു, എന്താ പറഞ്ഞത്? കയറി വരാൻ പറഞ്ഞു അല്ലേ? അവൻ കയറി വന്നു. കയറി വന്നപ്പോൾ അവനോട് ചോദിച്ചു, നിനക്ക് വിശക്കുന്നുണ്ട് അല്ലേ? അവൻ പറഞ്ഞു, തലയാട്ടി വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചു പുറത്ത് വല്ല ഇരുത്തി കൊടുക്കുമെന്ന്. ബിഷപ്പ് പറഞ്ഞു, എന്താ? അകത്ത് ഞാൻ കഴിക്കുന്ന മേശയുണ്ട്, അവിടെ അവന് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മേശ തിരുമേശയാകുന്ന എപ്പോഴാണെന്നറിയാമോ? എപ്പോഴാ? തള്ളിക്കളയുന്നവരെയും ചേർത്ത് പിടിക്കുമ്പോഴാണ് മേശ തിരുമേശയായി മാറുന്നത്. തള്ളിക്കളയേണ്ടവരെ ചേർത്ത് പിടിക്കുമ്പോഴാ മേശ തിരുമേശയായി മാറുന്നത്. ഒറ്റിക്കൊടുക്കുമെന്നും തള്ളിപ്പറയുമെന്നും അറിഞ്ഞിട്ടും രണ്ടെണ്ണത്തെയും ആര് കൂടിയിരുത്തി? കർത്താവ് കൂടിയിരുത്തി. അതുകൊണ്ടാണ് യേശുവിൻ്റെ അത്താഴം തിരുവത്താഴമായി മാറുന്നതിൻ്റെ കാരണം അതാണ്. തള്ളിക്കളയേണ്ടവനെ ചേർത്ത് പിടിക്കുന്ന മേശകളാണ് എന്തായി മാറുന്നത്? തിരുമേശകളായി മാറുന്നത്. അവന് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു. അത് കഴിഞ്ഞപ്പം അവന് തന്നെ അറിയത്തില്ല ഇനി എങ്ങോട്ടാ പോണ്ടേ. അപ്പൊ ബിഷപ്പ് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മുറിയുടെ അപ്പുറത്ത് അവിടുത്തെ VIP റൂമുണ്ട്, VIP റൂം, അവിടോട്ട് കടക്കാൻ പറഞ്ഞു. കൂടെ നിൽക്കുന്നവരൊക്കെ ദേഷ്യത്തിൽ ആരെ നോക്കുകയാണ്? ബിഷപ്പിനെ നോക്കുക. അപ്പോൾ അവർ ബിഷപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഈ അരമന എൻ്റെ വകയല്ല. ആരുടെ വകയാണെന്നറിയാവോ? യേശു ക്രിസ്തുവിൻ്റെ വകയാ. ഇവിടെ എനിക്കും നിനക്കും ഒരവകാശമേ ഉള്ളൂ. എടാ ഈ അരമന യേശു ക്രിസ്തുവിൻ്റെ വകയാ. ഇവിടെ എനിക്കും നിനക്കും എന്തേ ഉള്ളൂ? എനിക്കും നിനക്കും ഒരവകാശമാണ്. നമ്മുടെ വീടുകളിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം കേട്ടോ. ഇന്ന് നമ്മുടെ വീടെന്ന് പറയുമ്പം നാളെ ഇത് വിറ്റിറങ്ങി തെരുവിലോട്ട് പോകാൻ നിമിഷം മതി. നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഈ ലോകത്ത് ഒന്നുമില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണൊരു അനുഭവം രൂപപ്പെട്ടു വരുന്നത്. അങ്ങനെ അവർക്ക് ലഭിച്ച നന്മകളെയും അവരുടെ ശരീരത്തെയും ദൈവദാനമാണെന്ന് ചിന്തിച്ചവരാണ് ആര്? വിശുദ്ധന്മാർ. മാർത്തോമാ ശ്ലീഹ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ആ ശരീരത്തെക്കുറിച്ച് വലിയ ബോധമൊന്നും അല്ല, അത് വിട്ടുകൊടുക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ദേഹത്തെ ദേവാലയമാക്കിയവരാണ് വിശുദ്ധന്മാർ. 4, മനുഷ്യപ്രീതി. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു എന്നാണ് പറയുന്നത്. മനുഷ്യപ്രീതി എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ കൊടുക്കുന്നൊരു വ്യാഖ്യാനം ഇതാണ്: ഒപ്പം നിൽക്കുന്നവരെ ജ്വലിപ്പിക്കുന്നതാണ് മനുഷ്യപ്രീതി എന്ന് പറഞ്ഞാൽ. അല്ലാതെ അവൻ്റെ പ്രീതി പിടിച്ചു പറ്റുമെന്നല്ല. ഒപ്പം നിൽക്കുന്നവരെ ജ്വലിപ്പിക്കുക. മാർത്തോമാ ശ്ലീഹ അന്ന് ഭാരതത്തിൽ തിരുസഭയിലൂടെ ക്രിസ്തുവിനെ പ്രസംഗിച്ച് ജ്വലിപ്പിച്ചത് കൊണ്ടാ ഇവിടെ ക്രൈസ്തവ സാന്നിധ്യവും സുവിശേഷവും മനസ്സിലാക്കിയത്.
എപ്പോഴാണ് മറ്റുള്ളവരെ ജ്വലിപ്പിക്കാൻ കഴിയുന്നത്? ഞാൻ പറയും, ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, മറ്റുള്ളവരെന്ത് ചെയ്യും? ജ്വലിക്കും. അതുകൊണ്ടാ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം അവിടെ പറയുന്നുണ്ട്, അവൻ വഴിയിൽ നമ്മളോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിച്ച് തരുമ്പോൾ നമ്മുടെ ഹൃദയം കത്തിയില്ലയോ? ഹൃദയത്തിലേശമുണ്ടെങ്കിൽ നിൽക്കുന്ന സ്ഥലം എന്ത് ചെയ്യുമെന്നാ പറയുന്നത്? ജ്വലിക്കുമെന്ന. അതുകൊണ്ടാണല്ലോ യേശുക്രിസ്തു എത്ര പുസ്തകം എഴുതി? യേശുക്രിസ്തു എഴുതിയൊരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞേ. ക്രിസ്തു എഴുതിയൊരു പുസ്തകത്തിന്റെ പേര് പറ. എത്ര പുസ്തകം എഴുതി? ക്രിസ്തു ഒരു പുസ്തകം എഴുതിയില്ല. പക്ഷെ ക്രിസ്തുവിന്റെ പേരിൽ ഇന്ന് ഒരു ദിവസം 200 പുസ്തകങ്ങൾ ഈ ലോകത്ത് പ്രകാശനം ചെയ്യുന്നുണ്ട്. ക്രിസ്തു ഒരു പുസ്തകം എഴുതിയില്ല. ക്രിസ്തുവിന്റെ പേരിൽ 200 പുസ്തകങ്ങൾ ഒരു ദിവസം ആവറേജ് ഈ ലോകത്ത് പ്രകാശനം ചെയ്യുന്നുണ്ട്. കാരണം എന്താ? അവൻ ജ്വലിപ്പിച്ചവനാ. അസീസിയിലെ ഫ്രാൻസിസിനെ പറ്റി പറയുന്നുണ്ട്. അസീസിയിലെ ഫ്രാൻസിസ് ജീവിതത്തെ സ്നേഹം കൊണ്ട് നിറച്ച വ്യക്തിയാ. കസൻസാക്കീസിന്റെ ഫ്രാൻസിസിനെ പറ്റിയുള്ള നോവൽ വായിച്ചാൽ നമ്മൾ ഹൃദയം ജ്വലിച്ചേ അത് വായിച്ചു തീർക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അസീസിയിലെ ഫ്രാൻസിസ് പക്ഷികളെയൊക്കെ വല്ലാതെ സ്നേഹിച്ച, മൃഗങ്ങളെ, പൂക്കളെ, പ്രകൃതിയെയൊക്കെ വല്ലാതെ സ്നേഹിക്കുകയും അതിനോട് സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്ത വ്യക്തിത്വമാണ്. വിശുദ്ധന്മാർക്കൊക്കെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഭാഷ അറിയായിരുന്നേ. വിശുദ്ധന്മാർക്ക്, പരിമല തിരുമേനിക്ക് അറിയായിരുന്നു പക്ഷിമൃഗാദികളുടെ ഭാഷയൊക്കെ. അതുകൊണ്ടാണ് തിരുമേനിയെപ്പറ്റി പറയുന്ന ഒരു സംഭവമുണ്ട്. തിരുമേനി ഒരിക്കൽ വള്ളത്തിലിങ്ങനെ പോകുമ്പം ഒരു പുഴയുടെ അക്കരെ ഇക്കരയും 2 കിളികൾ ഇരുന്ന് കരയുക. 2 കിളികൾ. അപ്പോൾ തിരുമേനി ആ വള്ളത്തിലിരുന്ന് കൂടെയുള്ളവർ പറഞ്ഞു, ദേ അവർ കപ്പിൾസാ കേട്ടോ, അവർ ദമ്പതികളാ. അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് അവർ സംസാരിക്കുക. എന്താ സംസാരിക്കുന്ന അറിയോ? ഇപ്പുറത്തിരുന്ന പെൺകിളി പറയുക, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പുഴയുടെ അപ്പുറത്തേക്ക് പറക്കാൻ പോവാ, പുഴയ്ക്ക് വീതി കൂടുതലാ, ഇടയ്ക്ക് വെച്ചൊന്ന് കുഴഞ്ഞു പോയാലേ നിങ്ങളിങ്ങനെ കുത്തിയിരുന്ന നോക്കത്തില്ല, വന്ന് എന്നെ ഒന്ന് സഹായിക്കണം. പരിമൽ തിരുമേനി പറഞ്ഞു അവർ സംസാരിച്ച ഇതാണെന്ന്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ആൺകിളികളൊക്കെ ഉണ്ട് അല്ലേ? എത്ര കഷ്ടപ്പെട്ടാലും ഒന്നും സഹായിക്കാത്ത സൈസ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് കൂടെയുള്ളവർ ശ്രദ്ധിച്ചിരുന്നു. തിരുമേനി പറഞ്ഞ പോലെ തന്നെ നടന്നു. നോക്കുമ്പോൾ പെൺകിളി കുഞ്ഞിനെയും എടുത്ത് അക്കരയ്ക്ക് പറക്കുക. പുഴയുടെ വീതിയുള്ള ഭാഗമോ കുറച്ച് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് ചിറക് കൊഴിഞ്ഞു വന്നു. പെട്ടെന്ന് ആൺകിളി പറന്നു വന്ന് അതിനെ ഹെൽപ്പ് ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വള്ളത്തിലിരുന്നവർ ശ്രദ്ധിച്ചു, പക്ഷികളുടെ ഭാഷ വിശുദ്ധനായ പരിമല തിരുമേനിക്ക് അറിയാമായിരുന്നു. ഈ പാപം വന്നപ്പോഴാണ് ഭാഷ തെറ്റിപ്പോയത്. ഏദൻ തോട്ടത്തിൽ ആദാമിന് മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ ഭാഷ അറിയായിരുന്നു. നിനിവയിൽ ഐസക് എന്ന് പറയുന്ന പിതാവ്, ഇസഹാക്ക് എന്ന് പറയുന്ന പിതാവ് അത് എഴുതിയിട്ടുണ്ട്. മനുഷ്യന് സുഗന്ധം ഉണ്ടായിരുന്നു, എപ്പോഴും സുഗന്ധം ഉണ്ടായിരുന്നു. പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നാറാൻ തുടങ്ങിയത്. പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനുഷ്യൻ നാറാൻ തുടങ്ങിയത്. പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യൻ എന്തായിരുന്നു? സുഗന്ധം. അതുകൊണ്ടാണ് പരിമല തിരുമേനി കാലം ചെയ്തപ്പോൾ മൂറോന്റെ മണം അവിടെ പരന്നു എന്നാണ് പറയുന്നത്. മൂറോന്റെ മണം വിശുദ്ധന്മാരിൽ നിന്ന് ഉത്ഭവിക്കുന്നത് അത്തരം അനുഭവം. ഇവിടെ ഇതാ ഈ അസീസിയിലെ ഫ്രാൻസിസ് സാധാരണ ഇങ്ങനെ ഒന്നും വലിയ പണക്കാരനായിരുന്നോ മനുഷ്യൻ, എല്ലാം ഉപേക്ഷിച്ചതാ. അതേ ഇങ്ങനെ തെരുവ് തെണ്ടിയുടെ കൂട്ട് നടക്കുന്ന മനുഷ്യനാ, തെരുവ് ഭിക്ഷാടകനെ പോലെ നടക്കുന്ന മനുഷ്യനാ. അങ്ങനെ മനുഷ്യൻ മരിച്ചാൽ ആരെങ്കിലും കരയാൻ കാണൂ? ഇല്ല. നിങ്ങൾ പറഞ്ഞു ഇല്ലെന്ന്. നിങ്ങൾ മരിച്ചാൽ കരയാൻ വല്ലവരും കാണൂ? നമ്മൾ മരിച്ചാൽ കരയാൻ വല്ലവരും കാണൂ? ഉറപ്പുണ്ടോ? മരിച്ചു കഴിഞ്ഞ ഉടനെ മോർച്ചറി കൊണ്ടുവെക്കും, അടക്കമൊക്കെ നിശ്ചയിക്കും. ഇപ്പോഴത്തെ രീതിയൊക്കെ കാണണം. എന്താ? അടക്കത്തിന് അന്ന് രാവിലെ മരിച്ച അച്ചായൻ്റെ ഭാര്യയും മക്കളുടെ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി വരിക. വെള്ള സാരി, കറുത്ത ബ്ലൗസ്, വെളുത്ത റോസാപ്പൂവ്, ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന ഇരിപ്പൊക്കെ ഒന്ന് കാണണം. ഇന്ന് ആഘോഷങ്ങളാണ്. എന്തായാലും ഈ ആഘോഷങ്ങളൊക്കെ മാറി ഒരു പുനർവിചിന്തനത്തിൻ്റെ കാലത്തിലേക്കൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. എല്ലാ ആഘോഷങ്ങളൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും അസീസിയിലെ ഫ്രാൻസിസ് മരിച്ച ആരും കരയാൻ കാണത്തില്ലെന്ന്. പക്ഷേ അസീസിയിലെ ഫ്രാൻസിസ് മരിച്ചപ്പോൾ കരയാൻ വന്ന നേരമെന്നറിയാവോ? പക്ഷികൾ കൂട്ടത്തോടെ പറന്നിറങ്ങി വന്ന് വലിയവായി കരഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷികൾ കൂട്ടത്തോടെ പറന്നിറങ്ങി വന്ന് വലിയവായി കാരണം എന്താ അറിയോ?
അവരെ ജ്വലിപ്പിച്ചു. പ്രവൃത്തി കൊണ്ട് ജ്വലിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ മറ്റുള്ളവരെ ജ്വലിപ്പിക്കാനായിട്ട് കഴിയണം. ഒമാന്റെ ചക്രവർത്തിയായിരുന്നു സുൽത്താൻ ഖാബൂസ്. കഴിഞ്ഞ വർഷം അദ്ദേഹം കാലയവനികക്കുള്ളിൽ മറഞ്ഞത്. അവിടുത്തെ ജനതയെ വളരെയധികം സ്വാധീനിച്ച ഒരു ചക്രവർത്തിയായിരുന്നു സുൽത്താൻ ഖാബൂസ്. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഒമാന്റെ തിരുവീതികളിലൂടെ കൊണ്ടുപോകുമ്പോൾ ധാരാളം മനുഷ്യർ കൂടി നിന്ന് കരഞ്ഞു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവമുണ്ട്. ഭാരതത്തിൻ്റെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ ശങ്കൽ ദയാർ ശർമ്മ ഒമാൻ സന്ദർശിക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒമാന്റെ സുൽത്താൻ എല്ലാ പ്രോട്ടോക്കോളും ലംഘിച്ചിട്ട് കൊട്ടാരത്തിൽ നിന്നിറങ്ങി എയർപോർട്ടിൽ വന്ന് ശങ്കൽ ദയാർ ശർമ്മയെ സ്വീകരിച്ചു. അപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങിത് ചെയ്യുന്നത്? ഇതുവരെ അമേരിക്കയുടെ പ്രസിഡന്റ് വന്നപ്പോൾ പോലും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ വന്നത് ഇന്ത്യയുടെ പ്രസിഡന്റിനെ സ്വീകരിക്കാനല്ല, ബോംബെയിൽ വെച്ച് എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരുനാഥനെ സ്വീകരിക്കാനാണ് ഞാൻ ഈ എയർപോർട്ടിലെത്തിയത്. അദ്ദേഹം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തെന്തറിയോ? ഡ്രൈവറെ മാറ്റി. ഡ്രൈവറത്ത് പറഞ്ഞു, നീ വേറെ വണ്ടിക്കകത്ത് പൊക്കോളാൻ. ഡ്രൈവറുടെ സീറ്റിൽ ഒമാന്റെ സുൽത്താൻ കയറിയിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിനെ കൊണ്ടുവന്ന് ഫ്രണ്ട് സീറ്റിൽ ഇരുത്തി. അവർ രണ്ടുപേരും കൂടെ ഗുരുവിന്റെ വണ്ടി ഓടിച്ച് ഒമാന്റെ സുൽത്താൻ പോവുകയാണ്. ഗുരുത്വം ജ്വലിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പ്രിയപ്പെട്ടവർ ഇങ്ങനെയാ, പ്രവൃത്തി കൊണ്ട് ജ്വലിപ്പിക്കുക. ഗുരുത്വം പഠിപ്പിച്ച നാടാ ഭാരതം. പക്ഷെ ഇവിടെ ചെയ്യുന്നത് എന്താ? പ്രിൻസിപ്പലിന്റെ തലവഴിയെ കരിയോയിൽ ഒഴിച്ചോണ്ടാ നമ്മൾ ഗുരുദക്ഷിണ കൊടുക്കുന്നത്, കസേര കത്തിച്ചോണ്ടാ നമ്മൾ ഗുരുദക്ഷിണ കൊടുക്കുന്നത്. ജ്വലിപ്പിക്കാൻ കഴിയണം നമുക്ക്. മാർത്തോമാ ശ്ലീഹ ഈ ഭാരത സമൂഹത്തെ ജ്വലിപ്പിച്ചത് സുവിശേഷത്തിന്റെ അനുഭവം കൊണ്ടാ. അതുകൊണ്ടാ മനുഷ്യനെ ഒരു കവി ഉപമിച്ചിരിക്കുന്ന എന്തിനോടാണെന്നറിയാമോ? നദിയോടാ. നദി എന്തുകൊണ്ടാണ് നദിയോട് ഉപമിച്ചേ? മനുഷ്യനും നദിയും തമ്മിലുള്ള ബന്ധം എന്താ? നല്ല മനുഷ്യരെ നദിയോടെയാണ്. കാരണം നദി കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എന്തുണ്ടാകും? പച്ചപ്പുണ്ടാകും, അല്ലേ? നല്ല മനുഷ്യർ കടന്നു പോകുന്നിടത്ത് എന്തുണ്ടാകും? സമൃദ്ധിയും പച്ചപ്പും ഉണ്ടാകും. നമ്മളൊക്കെ ഇന്ന് കടന്നു പോകുന്ന വഴിയിലെ മുഴുവൻ എന്ത് ചെയ്യും? ഉള്ളതൂടെ കരിഞ്ഞു പോകും, അല്ലയോ? വേറെ ഒന്നും വേണ്ടല്ലോ. നമ്മുടെ തൊട്ടടുത്ത നമ്മളെ ചേട്ടനും അനിയനും അടുത്തടുത്താണ് താമസിക്കുന്നേ. ചേട്ടൻ്റെ പറമ്പി നല്ല ഒന്നാന്തരം ഒരു വാഴക്കൊല പിടിച്ചു. എന്തായിരിക്കും ചേട്ടൻ ചെയ്യാൻ പോന്നേ? എന്തായിരിക്കും ചെയ്യാൻ പോന്നേ? അത് കെട്ടി അങ്ങ് എന്തിനാ പൊതിയുന്നേന്നറിയാവോ? എന്തിനാ പൊതിയുന്നേ? അതിനകത്ത് താമസിക്കുന്ന അനിയനും അനിയത്തിയാ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാലേ പിന്നെ അടുത്ത കൊല്ലം എന്ത് പിടിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കെട്ടിപ്പൊതിഞ്ഞു വെച്ചേക്ക. അനുഭവമുണ്ട്. കാരണം നമ്മളൊക്കെ പോകുന്ന വഴി ഉള്ളതുകൂടെ കരിഞ്ഞു പോകും. പക്ഷേ നദി ഒഴുകുന്നിടത്ത് പച്ചപ്പ്, നല്ല മനുഷ്യന് പോകുന്നിടത്തൊക്കെ എന്ത് കാണും? പച്ചപ്പിന്റെ അനുഭവം കാണും. രണ്ടാമത് പറയുന്നു, നദി കൂർത്ത കല്ലുകളെ ഒഴുക്കിക്കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോൾ ആ കൂർത്ത കല്ലുകൾ എന്തായി മാറുമെന്ന് അറിയാവോ? എന്തായി മാറും? പെബിൾസായി മാറും. നല്ല മാർദ്ദവമില്ലാത്ത പെബിൾസ് നമ്മൾ എവിടെ ഇടുമെന്നറിയാവോ? മുറ്റത്തിടും. നല്ല മിനുസമുള്ള പെബിൾസ് എവിടെ വെക്കും? പുരയ്ക്കകത്ത് കയറ്റി വെക്കും. എന്ന് പറഞ്ഞാൽ കൂർത്തതിനെ ഒന്നും മുറ്റത്തിടത്തില്ല, കൂർത്തതിനെ പുരയ്ക്കകത്ത് കയറ്റത്തുമില്ല. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നതാക്കുന്നതും മുറ്റത്ത് കയറ്റാൻ കൊള്ളാത്തവനെ മുറ്റത്ത് കയറ്റാൻ കൊള്ളാവുന്നതാക്കുന്നതുമാണ് എന്ത് ചെയ്യുന്നത്? നദി ചെയ്യുന്നത്. നല്ല മനുഷ്യരും ചെയ്യുന്നത് അതാണ്. നല്ല മനുഷ്യരുമായിട്ടുള്ള സംസർഗം, ഒരു നദിയിൽ കൂർത്ത കല്ലുകൾ പെബിൾസായി മാറുന്നത് പോലെ വിശുദ്ധന്മാരുമായിട്ടുള്ള സംസർഗം മറ്റു മനുഷ്യരെ ജ്വലിപ്പിച്ച് കരുത്തുള്ളവരാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, മാർത്തോമാ ശ്ലീഹയാകുന്ന നദിയിലൂടെ നമ്മുടെ പൂർവികരൊക്കെ ഒഴുകി വന്നു. അങ്ങനെ രൂപപ്പെട്ട പെബിൾസാ പാമ്പാടി തിരുമേനിയും പരുമല തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും ഒക്കെ മാർത്തോമാ ശ്ലീഹയാകുന്ന നദിയിലൂടെ ഒഴുകി പെബിൾസുകളായി മാറിയവരാണ് മലങ്കര സഭയിലെ പുണ്യപിതാക്കന്മാരൊക്കെ. അവരുടെ വെളിച്ചമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജ്വലിപ്പിക്കാൻ കഴിയണം. പുതിയ കാലത്ത് ഈ ജ്വലനം നടക്കുന്നില്ല. കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറെ പറ്റി നിങ്ങൾ കേട്ട് കാണും.
കേട്ടിട്ടുണ്ടോ? കെവിൻ കാർട്ടർ 1993 മാർച്ച് മാസം 23 ന്യൂയോർക്ക് ടൈംസിൽ അദ്ദേഹത്തിന്റെ പടം വന്നു. ആ ചിത്രത്തിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയതാണ്. പുലിറ്റ്സർ പ്രൈസ് കിട്ടിയ ഒരു ദ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്നാണ് ആ പടത്തിന്റെ പേര്. അതിന്റെ പ്രത്യേകത എന്തെന്നറിയാമോ? അദ്ദേഹത്തിന് ആ ഫോട്ടോ എവിടെ നിന്നാണ് കിട്ടിയെന്നറിയാമോ? ഫോട്ടോ എവിടെ വെച്ച് എടുത്തതെന്നറിയാമോ? അദ്ദേഹം സുഡാനിൽ, അതായത് ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ വെച്ചാണ് അത് എടുക്കുന്നത്. കാരണം പട്ടിണി കൊണ്ട് പെക്കോലമായ ഒരു കുട്ടി, എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. നമ്മൾ വിചാരിക്കും പട്ടിണി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമാണ് കേട്ടോ. വർഷം തോറും 3-4 ലക്ഷം കുഞ്ഞുങ്ങളാ പട്ടിണി കൊണ്ട് മരിച്ചു പോകുന്നേ ആഫ്രിക്കൻ മരുഭൂമികളിലൊക്കെ. ഇപ്പോഴും ഒട്ടകത്തിൻ്റെ കാഷ്ടം വാരി തിന്നുന്ന കൊച്ചുങ്ങളുണ്ട്. നമ്മൾ ഓർക്കണം, ഭക്ഷണം എടുത്ത് കളയുമ്പം അങ്ങനെ ഭക്ഷണം കിട്ടാതെ പട്ടിണിയായിട്ട് കിടന്ന് നടക്കാൻ പോലും വയ്യാതെ ഐക്യരാഷ്ട്രസഭയുടെ ക്യാമ്പിൽ എന്തോ ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞ് കുറച്ച് ദൂരം നടക്കണം. മരുഭൂമിയിലൂടെ ഈ കൊച്ചു നടന്നു, പക്ഷെ നടക്കാൻ വയ്യ. അവൻ തളർന്ന് ഒരിടത്ത് ചെന്നപ്പോൾ അങ്ങ് വീണു. അവന് ശ്വാസമുണ്ട്. അന്നേരം കെവിൻ കാർട്ടർ ചെല്ലുന്നത് നോക്കുമ്പം ദൂരെ ഒരു കഴുകൻ വന്നിരിപ്പുണ്ട്. കഴുകൻ ജീവനുള്ളവനെ കഴിക്കത്തില്ല. എന്തേ കഴിക്കത്തുള്ളൂ? ശവം. ഇവന്റെ ശ്വാസം ഒന്ന് നിലച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? കഴുകന് കൊത്തി വലിക്കാൻ. ഇവൻ മരുഭൂമി വീണ് കിടക്കുക. ഈ കൊച്ചിൻ്റെ മനസ്സിലൊരു വലിയ സ്വപ്നമുണ്ട്. കൊച്ചിൻ്റെ മനസ്സിലെ സ്വപ്നം എന്തെന്നറിയാവോ? എങ്ങനെയും ഇല്ല ഭക്ഷണ ക്യാമ്പിലൊന്ന് എത്തണം. അവൻ്റെ മനസ്സിലും ഭക്ഷണത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ്. അടുത്തിരിക്കുന്ന കഴുകനോ ഭക്ഷണത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ്. ഇവൻ്റെ ശ്വാസം നിലച്ചിട്ട് വേണം കൊത്തി വലിക്കാൻ. പെട്ടെന്ന് കെവിൻ കാർട്ടറുടെ ഉള്ളിലെ ഫോട്ടോഗ്രാഫർ അങ്ങ് ഉണർന്നു. അദ്ദേഹം ഒരു ക്ലിക്ക് എടുത്തു. ആ ക്ലിക്കാണ്, അത് ആൺകുട്ടിയാണെങ്കിലും ആ ചിത്രത്തിന് വന്ന പേര് ഇതാണ്, ദ വൾച്ചർ ആൻഡ് ലിറ്റിൽ ഗേൾ. അതിന് ഒത്തിരി അവാർഡ് കിട്ടിയ പടത്തിന്. അതിൻ്റെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ അവാർഡ് വാങ്ങിച്ചിട്ട് കെവിൻ കാർപ്പിക്കാൻ കഴിയാതെ പോയ ഒരു ജീവിതത്തിൻ്റെ ദുരന്തമാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം നമ്മളോടൊക്കെ മാർത്തോമാ ശ്ലീഹ ചോദിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ജ്വലിപ്പിച്ചു, നിങ്ങളിൽ നിന്ന് ഒരു നെരിപ്പോടെങ്കിലും ഒരു തീപ്പൊരിയെങ്കിലും ഈ സമൂഹത്തിന് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ? മാർത്തോമാ ശ്ലീഹയുടെ പെരുന്നാൾ ഉയർത്തുന്ന ഏറ്റവും വലിയ ചലഞ്ച് അതാണ്. മാർത്തോമാ ശ്ലീഹ പറയുകയാണ്, ഞാൻ ഈ ഭാരതത്തെ സുവിശേഷം കൊണ്ട് ജ്വലിപ്പിച്ചു, നിങ്ങളെയൊക്കെ ജ്വലിപ്പിച്ചു. നിങ്ങൾക്ക് ധാരാളം പിതാക്കന്മാരെയും പ്രാർത്ഥനകളെയും നിങ്ങൾക്ക് ലഭിച്ചു. യേശുവിൽ നിങ്ങൾ പുതിയ സൃഷ്ടിയായി. പക്ഷേ പുതിയ തലമുറയോട് മാർത്തോമാ ശ്ലീഹ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് ഞാൻ ജീവിതമാകുന്ന പന്തം തന്നു, ഒരു തീപ്പൊരിയെങ്കിലും പേറുവാൻ